ക്രിസ്തുവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവരാണ്. പുതിയ ഒരു ജീവനിലേക്ക്, പഴയ ശീലങ്ങളിൽ നിന്ന്, പഴയ പാപജീവിതത്തിൽ നിന്ന് ഉയർപ്പിൻ്റെ ജീവനിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന തിരുനാളുകളുടെ തിരുനാളായ ഈസ്റ്റർ ദിനത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. ഇന്ന് തപസ്സുകാലത്തിൽ 5-ാം ഞായർ. വചനഭാഗങ്ങളെല്ലാം തന്നെ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത് ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്കാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഉയർപ്പിൻ്റെ അനുഭവം ഓരോ മനുഷ്യ മക്കൾക്ക് നൽകുവാൻ ദൈവം തന്നെയായ ക്രിസ്തു മരണത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് ഉയർപ്പിൻ്റെ അനുഭവം സമ്മാനിച്ചു. ഇതുതന്നെയാണ് ദൈവം ഓരോ മനുഷ്യ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ഈ ഒരു ബോധ്യത്തിലേക്ക് ഉയർന്ന അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കിയവർക്ക് മറ്റെല്ലാം വില കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തുവിനെ പ്രതി ഞാൻ എല്ലാം നഷ്ടമായി കരുതുന്നു, എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. ഏറ്റവും വിലയുള്ളതായ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനായിട്ട് ചില കാര്യങ്ങളിലൂടെ കടന്നു പോകണമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട്, സഹനത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നാം സ്വീകരിക്കണം. രണ്ടാമതായി, അവൻ്റെ മരണത്തോട് നാം താതാത്മ്യം പ്രാപിക്കണം. അതിൻ്റെ ഫലമായി ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ആനന്ദവും ശക്തിയും നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. സുവിശേഷം ഇന്ന് നമുക്ക് നൽകുന്ന നേർക്കാഴ്ച, നിൻ്റെ ജീവിതം ഏതു തരത്തിലുള്ള തകർച്ചയിലാണെങ്കിലും പാപത്തിൻ്റെ പടുകുഴിയിലാണെങ്കിലും നിനക്ക് പുതുജീവൻ്റെ വലിയ സാധ്യതയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. യേശുവിൻ്റെ മുൻപിൽ നിൽക്കുന്ന പാപം വെളിവാക്കപ്പെട്ട ആ സ്ത്രീയും അവളെ കല്ലെറിയുവാനും വിധിക്കുവാനും കൂടെ നിന്ന ആളുകളും, ഈ 2 കൂട്ടരോടും യേശു ഒരേപോലെയാണ് പുതുജീവനിലേക്ക്, ഉയർപ്പിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യം ക്ഷണം നൽകുന്നത് കപടതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട്, പാപം മറച്ചു വെച്ചുകൊണ്ട് വിധിക്കാനായി കല്ലുമായി നിൽക്കുന്നവരെയാണ്. എന്നാൽ അവർ കല്ലുകൾ താഴിയിട്ടു, പക്ഷെ തിരിച്ചു നടന്നത് അവരുടെ പഴയ പാപജീവിതത്തിലേക്ക് തന്നെയാണ്. എന്നാൽ ആ സ്ത്രീ മാത്രം ക്രിസ്തുവിൻ്റെ ക്ഷണം സ്വീകരിച്ചു. കാരണം അതിനകം തന്നെ അവൾ ക്രിസ്തുവിൻ്റേതായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു അവളോട് പറയുന്നത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പ്രിയരെ, സ്വാതന്ത്ര്യവും ഉദ്ധാനവും നിത്യജീവനും സ്വന്തമാക്കുവാനായിട്ട് ഈ തപസ് കാലത്തിലെ ദിനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. കാരുണ്യത്തിൻ്റെ കൂടാരമായ കുമ്പസാരക്കൂട്ടിലേക്ക് നമുക്ക് ആത്മാർത്ഥതയോടെ അണയാം. നമ്മുടെ പാപമേഖലകളെല്ലാം കുരിശിലെ ബലിയിൽ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന ആനന്ദത്തിലേക്കും നിത്യജീവനിലേക്കും നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.